പത്തരമാറ്റിലാണെങ്കിൽ നന്ദു അനിയും ഒന്നാകുന്നു. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, കൂട്ടുകാരെ, നമുക്ക് എപ്പിസോഡിൽ കാണാനായിട്ട് കഴിയുന്നത് വേറെ ഒന്നുമല്ല കേട്ടോ. നമ്മുടെ മുത്തശ്ശനാണെങ്കിൽ അനിയുടെ നിശ്ചയത്തിന് തയ്യാറെടുപ്പ് ആരംഭിക്കാനായിട്ട് ആരോട്? വീട്ടിലുള്ളവരോട് പറയുന്നുണ്ട്, പ്രധാനമായിട്ടും ആദർശിനോട്. ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ നിശ്ചയം നടത്തണമെന്ന് മുത്തശ്ശൻ പറയുമ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, ഇത്ര ഇടിപിടിന്ന് വേണോ മുത്തശ്ശ എന്ന്. ഇതേ സമയം മുത്തശ്ശൻ പറയുന്നുണ്ട്, വേണം മോനെ, അല്ലെങ്കിൽ അത് ശരിയാവില്ല. ഞാൻ അവന്തിക മോൾക്ക് വാക്ക് കൊടുത്തതാണ്, അതുകൊണ്ട് തന്നെ അധികം വൈകിക്കുന്നത് ശരിയല്ല. അനിയാണെങ്കിൽ ഇങ്ങനെ കെട്ടഴിഞ്ഞ പട്ടം പോലെ നടക്കുന്നതും ശരിയൊന്നുമല്ല. അതുകൊണ്ട് ഈ വിവാഹ നിശ്ചയം നടത്തിയാൽ മാത്രമേ ഇനി രക്ഷയുള്ളൂ എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതേ സമയം മുത്തശ്ശൻ്റെ വാക്ക് അതേപടി അനുസരിക്കാനായിട്ട് ആദർശ് ശ്രമിക്കുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ആദർശ് പറയുന്നുണ്ട്, ശരി മുത്തശ്ശ, ഞാൻ അനിയെ ഈ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാനും ബോധ്യപ്പെടുത്താനും ശ്രമിക്കാം. അവന് ഈ വിവാഹ നിശ്ചയത്തോട് വലിയ താല്പര്യമൊന്നുമില്ല എന്ന് പറയുമ്പോൾ, അതെനിക്കറിയാം മോനെ, അവന് പലതവണ എന്നോടത് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അവന് വിവാഹ നിശ്ചയത്തിന് താല്പര്യമില്ല, അവന്തികയെ അവന് ഭാര്യയായിട്ട് കാണാനായിട്ട് കഴിയില്ല എന്നും. പക്ഷേ ഞാൻ അവൾക്ക് വാക്ക് കൊടുത്തത് കൊണ്ട് തന്നെ വേറെ വഴിയൊന്നുമില്ല ഇതിൽ നിന്നും അവനെ ഒഴിവാക്കാനായിട്ട്. എൻ്റെ വാക്ക് ഞാൻ ഒരിക്കലും തെറ്റിക്കാനായിട്ടും ഒരുക്കമല്ല എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ ആദർശ് പറയുന്നുണ്ട്, മുത്തശ്ശൻ്റെ വാക്ക് ഒരിക്കലും മാറ്റേണ്ടതില്ല, ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത് തന്നെയാണ് ശരി എന്ന്. ഇതേ സമയമാണെങ്കിൽ ആദർശാണെങ്കിൽ അനിയെ കണ്ട് സംസാരിക്കുകയാണ്. ആദർശ് പറയുന്നുണ്ട്, എടാ അനി, നീ നന്ദുവിനെ മറക്കണം. നന്ദുവായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ച് നീ അവന്തികയുമായിട്ടൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. ഒരു കുടക്കീഴിൽ അവളുമായിട്ട് പോകണമെന്ന് പറയുന്നൊരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ അനി പറയുന്നുണ്ട്, ദേ ജ്യേഷ്ഠ, അത് നടക്കാത്ത കാര്യമാണ്. ഞാൻ അവന്തികയെ ഒരു സഹോദരിയായിട്ടാണ് കാണുന്നത്. എനിക്ക് ഈ വിവാഹ നിശ്ചയത്തോട് യാതൊരു താല്പര്യമില്ല. ഞാനത് മുത്തശ്ശനോട് പലതവണ പറഞ്ഞതാണ്. എന്നിട്ടും പിന്നെ എന്തിനാണ് ഈ വിവാഹ നിശ്ചയം എന്നൊക്കെ പറഞ്ഞു വരുന്നത് എന്ന് അനി ചോദിക്കുമ്പോൾ, ദേ മുത്തശ്ശനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യത്തിനും ഞാൻ കൂട്ടുനിൽക്കില്ല. നീ മര്യാദയ്ക്ക് വിവാഹ നിശ്ചയത്തിന് തയ്യാറായേ റെഡിയായേ സാധിക്കുകയുള്ളൂ. അല്ലാതെ ഒഴിവ് കഴിവുകളൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് ആദർശ് അനിയോട് ചോദിക്കുമ്പോൾ, ആദർശിനെയും മുത്തശ്ശനെയും കുടുംബക്കാരെയും വേദനിപ്പിക്കാനായിട്ട് നമ്മുടെ അനിക്ക് കഴിയുന്നില്ല എന്നതാണ് സാരം. അനിയാണെങ്കിൽ നമ്മുടെ നന്ദുവിനെ വിളിച്ച് സങ്കടപ്പെടുന്നുണ്ട്. ഇവിടെ തൻ്റെ അനിയത്തിയുടെ കാമുകൻ വേറൊരാൾക്ക് ഭർത്താവാകുന്നത് ശരിയല്ല എന്ന് നവ്യ മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ നവ്യ അവരെ ഒന്നിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, നവ്യാണെങ്കിൽ അവരുടെ ഒന്നിപ്പിക്കലിന് വേണ്ടി പരമാവധി ശ്രമിക്കുന്നൊരു കാഴ്ചയും കാണാൻ സാധിക്കും. ഈ വിവാഹ നിശ്ചയത്തിൽ മുടക്കുന്നതിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് നവ്യ തന്നെയാണ് എന്ന് കാണാൻ കഴിയും. നവ്യയാണ് ഭീമമായ ഒരു തുക ഓഫർ ചെയ്ത് വേണുവിനെയും അനാമികയെയും കളത്തിലേക്ക് വീണ്ടും ഇറക്കുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ അവർ വന്ന് വിവാഹ നിശ്ചയ ദിവസം തന്നെ വലിയൊരു പ്രശ്നവും ഭൂകമ്പവും ഒക്കെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്ന് കാണാനായിട്ട് കഴിയും. അവന്തികയുടെ ആ വലിയ സ്വപ്നം, ആ വലിയ ആഗ്രഹം, അനിയുടെ സ്വത്ത്, മൂർത്തി ജ്വല്ലറിയുടെ പതനം, അനന്തപുരിയുടെ തകർച്ച, ഇതൊക്കെ കണ്ടിട്ടുള്ള അവന്തികയുടെ നീക്കം ഒടുവിൽ പൊളിഞ്ഞു പോകുന്നൊരു കാഴ്ച, ചീട്ടുകൊട്ടാരന്മാരി തകർന്നടിയുന്നൊരു കാഴ്ച നമ്മൾ പ്രേക്ഷകർക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ അവന്തികയാണെങ്കിൽ നമ്മുടെ മുത്തശ്ശനോട് സംസാരിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. മുത്തശ്ശ, ഇതൊന്നും വലിയ കാര്യമാക്കണ്ട, വിവാഹ നിശ്ചയം നടത്താം എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ വേണുവിനെ ഉന്തിമാറ്റി നടത്താനായിട്ട് ഒരുങ്ങുന്നുണ്ടെങ്കിലും കൃത്യസമയത്തുള്ള നന്ദുവിൻ്റെ ഇടപെടൽ ആ വിവാഹ നിശ്ചയം തടഞ്ഞു മാറ്റുന്നുണ്ട്. എനിക്ക് വേറെ വഴിയൊന്നുമില്ല, എനിക്ക് ഈ വിവാഹ നിശ്ചയം തടഞ്ഞേ മതിയാവുകയുള്ളൂ.
എനിക്ക് പരാതി കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ എന്നോട് സഹകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നന്ദു കടന്നു ചെല്ലുകയാണ്. ഇതേ സമയം മുത്തശ്ശനല്ല, ആദർശല്ല, നയനയല്ല, ആർക്കും ഒന്നും പറയാൻ പറ്റുന്നില്ല. ഇവിടെ ജാനകി ഓരോ പ്രശ്നങ്ങൾ പറഞ്ഞു തുടങ്ങുന്നുണ്ടെങ്കിലും ഇതെൻ്റെ ജോലിയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ജാനകിയെ അടിച്ചിരുത്താനായിട്ട് നന്ദുവിന് സാധിക്കുന്നു എന്ന് കാണാം. ഇതേ സമയം നന്ദു ആണെങ്കിൽ അനിയെയും കൊണ്ട് അവിടെ നിന്ന് പോവുകയും പിന്നീട് അനിയെ കെട്ടിപ്പിടിക്കുകയും അവർ വീണ്ടും ഒന്നാവുകയും ഒരിക്കലും പിരിയാൻ പറ്റാത്ത ശക്തികളായി മാറുകയും ചെയ്യുന്നു. അവരറിയുന്നില്ല, അവർ പോലും അറിയാതെ സഹായിക്കുന്ന ആ വ്യക്തി നവ്യയാണ് എന്ന്. ഇതേ സമയം നവ്യ എല്ലാം കണ്ട് വളരെയധികം സന്തോഷിക്കുന്നൊരു കാഴ്ചയും കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.